അമ്മയുടെ നിർബന്ധപ്രകാരമാണ് ആദ്യം ഇവിടെ ഉടമ്പടി എടുക്കുന്നത്. എന്നിട്ട് ആദ്യം ഞാൻ വിശ്വാസത്തോടെ തന്നെ എല്ലാം ചെയ്തെങ്കിലും പിന്നീട് ഞാൻ അതിൽ ഉഴപ്പി. അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ കുറേ പരീക്ഷണങ്ങളും സങ്കടങ്ങളൊക്കെ നേരിടേണ്ടി വന്നു. എന്നിട്ട് ഞാൻ പതിയെ എൻ്റെ ഉടമ്പടി വിശ്വാസത്തോടെ തന്നെ പാലിച്ചു തുടങ്ങി, പൂർണ്ണ മനസ്സോടെ തന്നെ അത് പാലിച്ചു തുടങ്ങി. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ സംഭവിച്ചു. ആദ്യമായിട്ട് എനിക്ക് എൻ്റെ ഏജൻസിയിൽ നിന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് അവസരം കിട്ടി. ആ ഇൻ്റർവ്യൂവിൽ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നെങ്കിലും ഞാൻ വിശുദ്ധ തൈലം വിശ്വാസം പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് കുരിശ് വരച്ച് പിന്നെ ഉപ്പ് കാശിരൂപം കയ്യിൽ കൊണ്ടുപോയി പ്രാർത്ഥനയോടെ ആ ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു. എനിക്കത് നന്നായി തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റി. അതിനുശേഷം എൻ്റെ ആദ്യത്തെ പുതുക്കലിന് ശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് കോൺട്രാക്റ്റ് വന്നു. ഒക്ടോബർ ഇൻടേക്കിലേക്ക് നല്ലൊരു ആശുപത്രിയിലേക്ക് എനിക്ക് പോകാനായിട്ട് മാതാവ് അവസരം ഒരുക്കി തന്നു. പിന്നീട് എൻ്റെ പ്രോസസ്സിംഗ് എല്ലാം മാതാവ് വേഗത്തിൽ തന്നെ നടത്തി. എനിക്ക് പ്രാർത്ഥനയോടെ മാത്രമേ ഇരിക്കേണ്ടി വന്നിട്ടുള്ളൂ. ഒരു ബുദ്ധിമുട്ടും മാതാവിനെ അറിയിച്ചില്ല. അതിനുശേഷം എൻ്റെ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കൽ ഞാൻ ഇവിടെ വന്നപ്പോൾ എൻ്റെ വിസ അപ്പോയിൻമെൻറ്റ് ലെറ്ററും എൻ്റെ 4ാമത്തെ പ്രാവശ്യം ഞാൻ എഴുതാൻ പോയി എൻ്റെ പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് ഞാൻ ഇവിടെ കൊണ്ടുവന്നു. എന്നിട്ട് ജോസഫ് അച്ഛനെ കണ്ട് ഞാൻ വെഞ്ചരിച്ചു. എക്സാം എന്നിട്ട് ഞാൻ പോയപ്പോൾ ഇതേപോലെ തന്നെ തൈലം കുരിശിട്ട് പ്രാർത്ഥിക്കുകയും വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പരീക്ഷ എഴുതി കാശി